ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്രയും വലിയ കറക്ഷൻ നടക്കുന്ന ഈ സമയത്തും മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ തുടർച്ചയായി വാങ്ങുന്ന 10 സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മൾക്കൊരിക്കലും ഒരു സ്റ്റോക്കിനെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പരിഗണിക്കാൻ സാധിക്കുകയില്ല. ഓരോ സ്റ്റോക്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുൻപേ നമ്മൾ ആ സ്റ്റോക്കിനെ കുറിച്ച് വ്യക്തമായി അനാലിസിസ് ചെയ്തിരിക്കണം. പിന്നെ എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ്, ബൈയിങ് തുടങ്ങിയ ട്രാൻസാക്ഷൻസും അതോടൊപ്പം തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഈ കമ്പനികളുടെ റിസർച്ച് ക്വാളിറ്റി അല്ലെങ്കിൽ റിസർച്ച് മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡേറ്റ ട്രാക്ക് ചെയ്യുന്നത്. അതായത് ഒരു റീറ്റെയിലറിൻ്റെ സ്റ്റോക്ക് സെലക്ഷനേക്കാൾ മികച്ച സ്റ്റോക്ക് സെലക്ഷൻ ആയിരിക്കും പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് പോലുള്ള കമ്പനികളുടേതും. കാരണം ഇവർക്ക് ഇതിനുവേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് മാൻ പവറും കൂടാതെ ഹൈ റിസർച്ച് ടെക്നിക്സും ഉണ്ട്. ഇതൊന്നും റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടാകാറില്ല. അതുകൊണ്ട് റീറ്റെയിലർ ഇൻവെസ്റ്റർ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡേറ്റയെ ഒരു ഇൻപുട്ടായി പരിഗണിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളെ കുറിച്ചാണ്. സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ വലിയ റിട്ടേൺ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം ഈ റിട്ടേണിനോടൊപ്പം തന്നെ വലിയ വോളറ്റിലിറ്റിയും അതുപോലെ തന്നെ വളരെ വലിയ റിസ്ക്കും ഈ സ്റ്റോക്കുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ സ്റ്റോക്കുകളിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ ലോങ് ടൈം പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കി മാറ്റുമ്പോഴോ ഫണ്ട് അലോക്കേഷനിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ്, ഇൻട്രാഡേ, പൊസിഷണൽ ബ്രേക്കൗട്ട്, BTST ട്രേഡുകളുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ്, യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്നീ ഓപ്ഷനുകൾ പരിഗണിക്കാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ സ്റ്റോക്കുകളും 5000 കോടി രൂപയ്ക്ക് താഴെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് മികച്ച ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയോടൊപ്പം തന്നെ വളരെ വലിയ വോളറ്റിലിറ്റി നമ്മൾക്ക് ഈ സ്റ്റോക്കുകളിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ പരിഗണിക്കുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് ഗോകുൽ ദാസ് എക്സ്പെർട്ട് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. ഏകദേശം 1584 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിയിൽ 403 കോടി രൂപയുടെ സ്റ്റേക്കുകളാണ് മ്യൂച്വൽ ഫണ്ടിനുള്ളത്. അതായത് ഈ കമ്പനിയുടെ 25% ഷെയറുകൾ മ്യൂച്വൽ ഫണ്ടുകളുടെ പക്കലാണെന്ന് നമ്മൾക്ക് അനുമാനിക്കാം. പ്രധാന മ്യൂച്വൽ ഫണ്ട് കമ്പനികളായ SBI മിഡ് ക്യാപ്, ടാറ്റ സ്മോൾ ക്യാപ്, L&T ബിസിനസ് സൈക്കിൾ, നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് തുടങ്ങിയ കമ്പനികളാണ് ഈ കമ്പനിയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ബിസിനസ് മോഡൽ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റൈൽ സെക്ടറിലെ എല്ലാ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയും ടെക്സ്റ്റൈൽ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഡ്രസ്സുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് ഗോകുൽ ദാസ് എക്സ്പെർട്ട് ലിമിറ്റഡ് എന്ന കമ്പനി. പ്രമുഖ ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾക്ക് വേണ്ടിയും ഫാഷൻ ബ്രാൻഡുകൾക്ക് വേണ്ടിയും ഈ കമ്പനി ഡ്രസ്സുകൾ അല്ലെങ്കിൽ ടെക്സ്റ്റൈലുകൾ നിർമ്മിക്കാറുണ്ട്. കമ്പനിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന റിസ്ക് കമ്പനിക്ക് മുകളിലുള്ള കടം തന്നെയാണ്. ഏകദേശം 296 കോടി രൂപയുടെ റിസർവ് ഉള്ള ഈ കമ്പനിക്ക് മുകളിൽ 543 കോടി രൂപയുടെ കടമാണുള്ളത്. 2019 മുതൽ 2021 വരെ ഈ കമ്പനിക്ക് മുകളിലുള്ള കടം തുടർച്ചയായി വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 2019 381 കോടി രൂപയുടെ കടമായിരുന്നു ഈ കമ്പനിക്കുള്ളത്. അതിപ്പോൾ 541 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. കമ്പനിയുടെ റിട്ടേൺ റേഷ്യോ നോക്കുകയാണെങ്കിൽ 8.22% എന്ന ROCEയും 9.67% എന്ന ROEയും നമ്മൾക്ക് കാണാൻ സാധിക്കും. ഈ കമ്പനിയിലുള്ള റീസെൻറ്റ് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ വന്ന ചേഞ്ച് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർ 8% സ്റ്റേക്ക് സെൽ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. സെപ്റ്റംബറിൽ 32% സ്റ്റേക്കായിരുന്നു പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ളത്. അതിപ്പോൾ 24% മാറിയിട്ടുണ്ട്. എന്നാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 8% സ്റ്റേക്ക് ആഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. സെപ്റ്റംബറിൽ 4% മാത്രമായിരുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഈ കമ്പനിയിലുള്ള പ്രാധാന്യം. അതിപ്പോൾ 12.5% വർദ്ധിച്ചിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 13% വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് 2021 സെപ്റ്റംബർ മാസത്തിൽ 10% അതിപ്പോൾ 25% ഉയർത്തിയിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാം ഈ സ്റ്റോക്കിൽ വളരെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2020 സെപ്റ്റംബർ മാസത്തിൽ വെറും 9 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു ഈ കമ്പനി ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ ഈ കമ്പനിയുടെ പ്രോഫിറ്റ് 29 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ 2021 ജൂൺ മാസത്തിൽ ഈ കമ്പനി 3 കോടി രൂപയുടെ ലോസ് അല്ലെങ്കിൽ നഷ്ടം റിപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. രണ്ടാമത്തെ സ്റ്റോക്കാണ് മിൻഡ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. മിൻഡ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഇന്ത്യയിലെ തന്നെ ഒരു ലീഡിംഗ് ഓട്ടോമോട്ടീവ് കമ്പോണൻറ്റ് നിർമ്മിക്കുന്ന കമ്പനിയാണ്. ഈ കമ്പനിക്ക് ഇന്ത്യ കൂടാതെ ഇൻ്റർനാഷണൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ്. ഏകദേശം 4000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ സ്റ്റോക്കിൽ
134 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ നടത്തിയിരിക്കുന്നത്. ആദിത്യ ബിർള, SL പ്യുവർ, ആക്സിസ് റെഗുലർ സേവർ ഫണ്ട് തുടങ്ങിയ കമ്പനികളാണ് ഈ കമ്പനിയിൽ പ്രധാനമായും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. 180 രൂപ ഓൾ ടൈം ഹൈ വിലയുള്ള ഈ സ്റ്റോക്ക് ഇപ്പോൾ 169 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. കമ്പനിയുടെ റിട്ടേൺ റേഷ്യോ നോക്കുകയാണെങ്കിൽ ROE 4.97%, ROCE 7.51%. പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 64% സ്റ്റേക്കുകൾ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 5% സ്റ്റേക്കുകളും മ്യൂച്വൽ ഫണ്ടുകൾക്ക് 2.38% സ്റ്റേക്കുകളും ഇൻഷുറൻസ് കമ്പനികൾക്ക് 5.16% സ്റ്റേക്കുകളുമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ അത്ര മോശമല്ലാത്ത ഒരു ബാലൻസ് ഷീറ്റ് തന്നെയാണ്. ഏകദേശം 502 കോടി രൂപയുടെ കടമുള്ള ഈ കമ്പനിക്ക് 1140 കോടി രൂപയുടെ റിസർവ് ഉണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം. ഇൻഡസ്ട്രിയൽ എയർ കംപ്രസറുകളുടെ നിർമ്മാണവും വ്യാപാരവും നടത്തുന്ന കമ്പനിയായ ഇൻഗർസോൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് മൂന്നാമത്തെ കമ്പനി. 3700 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിയിൽ 180 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ നടത്തിയിരിക്കുന്നത്. ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, ഇൻവെസ്കോ ഇന്ത്യ സ്മോൾ ക്യാപ്, ടാറ്റ ഇൻഫ്രാസ്ട്രക്ചർ, നിപ്പോൺ ഇന്ത്യ വാല്യൂ തുടങ്ങിയ മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണ് ഇൻഗർസോൾ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. 1350 രൂപ വിലയുണ്ടായിരുന്ന ഈ സ്റ്റോക്ക് ഇപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസായ 1161 രൂപ എന്ന റേഞ്ചിൽ അവൈലബിൾ ആണ്. ഈ കമ്പനിയുടെ ROCE നോക്കുകയാണെങ്കിൽ 25%, ROE 17%. അതുകൂടാതെ കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് 75% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. ഇവിടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വളരെ ചെറിയ എമൗണ്ടിൽ 0.21% സ്റ്റേക്ക് ഹോൾഡിംഗ് കാണാൻ സാധിക്കും. മ്യൂച്വൽ ഫണ്ടുകൾക്ക് 5% സ്റ്റേക്ക് ഹോൾഡിങ്ങിനും പബ്ലിക്കിന് 20% സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണ് കാണാൻ സാധിക്കുന്നത്. ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റാണ് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കുക. വെറും 7 കോടി രൂപയുടെ കടം മാത്രമുള്ള ഈ കമ്പനിക്ക് 460 കോടി രൂപയുടെ റിസർവ് ഉണ്ട്. നാലാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം. ബാങ്കിംഗ് സെക്ടറിലെ ഒരു പ്രമുഖ സ്റ്റോക്കായ DCB ബാങ്കാണ് നാലാമത്തെ സ്റ്റോക്ക്. 2500 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിയിൽ 730 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ നടത്തിയിട്ടുണ്ട്. അതായത് ഗോകുൽദാസ് എക്സ്പേർട്ട് പോലെ തന്നെ ഈ കമ്പനിയുടെയും 25% സ്റ്റേക്ക് ഹോൾഡിംഗ് മ്യൂച്വൽ ഫണ്ടുകളുടെ പക്കലാണെന്ന് നമ്മൾക്ക് അനുമാനിക്കാൻ സാധിക്കും. ടാറ്റ സ്മാൾ ക്യാപ്, UTI ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ്, UTI സ്മാൾ ക്യാപ്, ICICI പ്രൊഡൻഷ്യൽ സ്മാൾ ക്യാപ് ഇൻഡെക്സ് ഫണ്ട് തുടങ്ങിയ മ്യൂച്വൽ ഫണ്ടുകളാണ് DCB ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 126 രൂപ വിലയുണ്ടായിരുന്ന ഈ സ്റ്റോക്ക് ഇപ്പോൾ 80 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. കമ്പനിയുടെ ROE 9.36%, ROCE 6.99%. ഈ കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് 14% സ്റ്റേക്ക് ഹോൾഡിങ്ങും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 10% സ്റ്റേക്ക് ഹോൾഡിങ്ങും മ്യൂച്വൽ ഫണ്ടുകൾക്ക് 27% സ്റ്റേക്ക് ഹോൾഡിങ്ങും ഇൻഷുറൻസ് കമ്പനികൾക്ക് 1% സ്റ്റേക്ക് ഹോൾഡിങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 10% സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണ് കാണാൻ സാധിക്കുക. പബ്ലിക്കിന് ഈ കമ്പനിയിൽ 35% സ്റ്റേക്ക് ഹോൾഡിംഗ് നമ്മൾക്ക് കാണാൻ സാധിക്കും. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹത്വേ കേബിൾ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിലാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഈയിടെയായി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. 3540 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിയിൽ 182 കോടി രൂപയുടെ നിക്ഷേപമാണ് മ്യൂച്വൽ ഫണ്ടുകൾ നടത്തിയത്. ICICI പ്രൊഡൻഷ്യൽ സ്മാൾ ക്യാപ് ഇൻഡെക്സ് ഫണ്ട്, നിപ്പോൺ ഇന്ത്യ നിഫ്റ്റി സ്മാൾ ക്യാപ്, മോത്തിലാൽ ഓസ്വാൾ നിഫ്റ്റി സ്മാൾ ക്യാപ്, മോത്തിലാൽ ഓസ്വാൾ നിഫ്റ്റി 500 തുടങ്ങിയ മ്യൂച്വൽ ഫണ്ടുകളാണ് ഹത്വേ കേബിൾ എന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തത്. കേബിൾ ടെലിവിഷൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഈ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വില 21 രൂപയാണ്. സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ 35 രൂപയാണ്. അതായത് ഈ സ്റ്റോക്കും ഒരു ഡിസ്കൗണ്ടിൽ നമ്മൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. റിട്ടേൺ റേഷ്യോ നോക്കുകയാണെങ്കിൽ ROCE 5.33%, ROE 5.16%. ഈ കമ്പനി ഒരു ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. അതായത് ഈ കമ്പനിക്ക് മുകളിൽ കടബാധ്യത ഒന്നുമില്ല. അതേസമയം 3700 കോടി രൂപയുടെ റിസർവുമുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 6% സ്റ്റേക്ക് ഹോൾഡിങ്ങും മ്യൂച്വൽ ഫണ്ടിന് 5% സ്റ്റേക്ക് ഹോൾഡിങ്ങും പബ്ലിക്കിന് 13% സ്റ്റേക്ക് ഹോൾഡിങ്ങുമുള്ള ഈ കമ്പനിയുടെ മേജർ ഷെയറുകൾ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ്. 75% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് പ്രൊമോട്ടേഴ്സിന് ഈ കമ്പനിയിലുള്ളത്. ആറാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം. പവർ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട PTC ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ആറാമത്തെ സ്റ്റോക്ക്. ഏകദേശം 3200 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിയിൽ മ്യൂച്വൽ ഫണ്ടുകൾ 130 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിയത്. ഇൻവെസ്കോ ഇന്ത്യ സ്മാൾ ക്യാപ്, ടാറ്റ ഇൻഫ്രാസ്ട്രക്ചർ, ഇൻവെസ്കോ ഇന്ത്യ കോൺട്ര, നിപ്പോൺ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടുകളാണ് PTC ഇന്ത്യ എന്ന സ്റ്റോക്കിൽ നിക്ഷേപം നടത്തിയത്.
144 രൂപ വിലയുണ്ടായിരുന്ന ഈ സ്റ്റോക്ക് ഇപ്പോൾ 106 രൂപ എന്ന ലെവലിലാണ് അവൈലബിൾ. ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കമ്പനിയുടെ ഹൈ ഡിവിഡൻഡ് ഈൽഡാണ്. 7.07% ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണ് PTC ഇന്ത്യ എന്ന കമ്പനി. 10.7 എന്ന ROCEയും 10.3 എന്ന ROEയും നമ്മൾക്ക് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കും. കമ്പനിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് ഫാക്റ്റ് കമ്പനിക്ക് മുകളിലുള്ള കടം തന്നെയാണ്. ഏകദേശം 9,431 കോടി രൂപയുടെ കടമാണ് ഈ കമ്പനിക്ക് മുകളിലുള്ളത്. അതേസമയം 4,266 കോടി രൂപയുടെ റിസർവ് ഉള്ളതായിട്ടും കാണാൻ സാധിക്കും. ഓരോ വർഷവും കമ്പനി അതിൻ്റെ കടം കുറച്ചുകൊണ്ട് വരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു ഫാക്റ്റാണ്. ഈ കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് 16% സ്റ്റേക്ക് ഹോൾഡിംഗ് മാത്രമേ ഉള്ളൂ. അതേസമയം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 34% സ്റ്റേക്ക് ഹോൾഡിംഗും, ഇൻഷുറൻസ് കമ്പനികൾക്ക് 7% സ്റ്റേക്ക് ഹോൾഡിംഗും, മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് 1% സ്റ്റേക്ക് ഹോൾഡിംഗും 40% സ്റ്റേക്ക് ഹോൾഡിംഗ് പബ്ലിക്കിനുമാണ് ഉള്ളത്. എയർ കംപ്രഷൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കിർലോസ്കർ ന്യൂമാറ്റിക് കമ്പനി ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏഴാമത്തെ സ്റ്റോക്ക്. 1958 എസ്റ്റാബ്ലിഷ്ഡ് ആയ ഈ കമ്പനിക്ക് 2,700 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പാണ് കാണാൻ സാധിക്കുന്നത്. ഈ 2,700 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പിൽ 462 കോടി രൂപയുടെ നിക്ഷേപം മ്യൂച്വൽ ഫണ്ടുകളാണ് നടത്തിയിരിക്കുന്നത്. ടാറ്റ സ്മോൾ ക്യാപ്, PGIM ഇന്ത്യ സ്മോൾ ക്യാപ്, DSP ഇന്ത്യ തുടങ്ങിയ മ്യൂച്വൽ ഫണ്ടുകളാണ് കിർലോസ്കർ ന്യൂമാറ്റിക് കമ്പനി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 477 രൂപയുടെ ഓൾ ടൈം ഹൈ ഉണ്ടായിരുന്ന ഈ സ്റ്റോക്ക് ഇപ്പോൾ 428 രൂപ എന്ന പ്രൈസിൽ അവൈലബിൾ ആണ്. കമ്പനിയുടെ ROCE 15%, ROE 11.6%. ഈ കമ്പനി ഒരു നെറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. അതായത് ഈ കമ്പനിക്ക് മുകളിൽ വെറും 32 കോടി രൂപയുടെ കടവും അതേസമയം 590 കോടി രൂപയുടെ റിസർവുമുണ്ട്. 53% സ്റ്റേക്ക് ഹോൾഡിങ്ങും പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ്. മ്യൂച്വൽ ഫണ്ടുകളുടെ കയ്യിൽ 17% സ്റ്റേക്ക് ഹോൾഡിങ്ങും ഇൻഷുറൻസ് കമ്പനികളുടെ കയ്യിൽ 2% സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണ് നമ്മൾക്ക് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കുന്നത്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട അരവിന്ദ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ് ഇവിടെ നമ്മൾ പരിഗണിക്കുന്ന എട്ടാമത്തെ സ്റ്റോക്ക്. അരവിന്ദ് ലിമിറ്റഡ് എന്ന കമ്പനി ലോകത്തെ ഏറ്റവും വലിയ ഡെനിം മാനുഫാക്ചർ കമ്പനിയാണ്. അതോടൊപ്പം തന്നെ ഏകദേശം 3,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിയിൽ 301 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് മ്യൂച്വൽ ഫണ്ടുകൾ നടത്തിയിരിക്കുന്നത്. മഹീന്ദ്ര മനു ലൈഫ്, യോജന, HSBC മിഡ് ക്യാപ് തുടങ്ങിയ പല മ്യൂച്വൽ ഫണ്ടുകളും നമ്മൾക്ക് ഈ കമ്പനിയിൽ നിക്ഷേപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 147 രൂപ ഓൾ ടൈം ഹൈ ഉണ്ടായിരുന്ന ഈ സ്റ്റോക്ക് ഇപ്പോൾ 113 രൂപ എന്ന പ്രൈസ് റേഞ്ചിലാണ് അവൈലബിൾ. ഈ കമ്പനിയുടെ ഏറ്റവും നെഗറ്റീവ് ഫാക്ടർ നോക്കുകയാണെങ്കിൽ ഒന്ന്, ഈ കമ്പനി അത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ഒരു കമ്പനിയല്ല. അതോടൊപ്പം തന്നെ റിട്ടേൺ റേഷ്യോ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ കമ്പനിയിൽ ഒരു നെഗറ്റീവ് ROE കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കമ്പനിക്ക് മുകളിൽ കടവുമുണ്ട്. അതായത് ഏകദേശം 2,521 കോടി രൂപയുടെ റിസർവ് ഉള്ള ഈ കമ്പനിക്ക് 2,000 കോടി രൂപയ്ക്ക് അടുത്തുള്ള കടമുണ്ട്. പ്രൊമോട്ടറിന് 42% സ്റ്റേക്ക് ഹോൾഡിംഗ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 12% സ്റ്റേക്ക് ഹോൾഡിംഗും നമ്മൾക്ക് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കും. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 15 നിന്നും 12% ഈയിടെ കുറച്ചിരുന്നു. മ്യൂച്വൽ ഫണ്ടുകൾക്ക് 7% സ്റ്റേക്ക് ഹോൾഡിംഗും പബ്ലിക്കിന് 36%വുമാണ് അരവിന്ദ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ കാണാൻ സാധിക്കുന്നത്. ബാങ്കിംഗ് സെക്ടറിലെ മൈക്രോ ക്യാപ് സ്റ്റോക്കായ കരൂർ വ്യാസ ബാങ്കാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 9ാമത്തെ സ്റ്റോക്ക്. 3,600 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിയുടെ 17%ഓളം സ്റ്റേക്കുകളും മ്യൂച്വൽ ഫണ്ടുകളുടെ കയ്യിലാണ്. LIC മ്യൂച്വൽ ഫണ്ട്, UTI സ്മാൾ ക്യാപ് ഫണ്ട്, HDFC ബാങ്കിംഗ്, ICICI പ്രൊഡൻഷ്യൽ സ്മാൾ ക്യാപ് ഇൻഡെക്സ് ഫണ്ട് തുടങ്ങിയ പല മ്യൂച്വൽ ഫണ്ട് കമ്പനികളും കരൂർ വ്യാസ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 65 രൂപ വിലയുണ്ടായിരുന്ന ഈ സ്റ്റോക്ക് ഇപ്പോൾ 45 രൂപ എന്ന ലെവലിൽ അവൈലബിൾ ആണ്. ഈ കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് 1.10%, ROCE 5.22%, ROE 5.30%. ഈ കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് 2% സ്റ്റേക്ക് ഹോൾഡിങ്ങും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 18% സ്റ്റേക്ക് ഹോൾഡിങ്ങും മ്യൂച്വൽ ഫണ്ട് കമ്പനികൾക്ക് 16% സ്റ്റേക്ക് ഹോൾഡിങ്ങും ഇൻഷുറൻസ് കമ്പനികൾക്ക് 2% സ്റ്റേക്ക് ഹോൾഡിങ്ങും നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അതായത് പബ്ലിക്കിന് 60% സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണുള്ളത്. അതായത് പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് വളരെ വലിയ വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്കാണ് കരൂർ വ്യാസ ബാങ്ക്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 ക്വാർട്ടറുകളിലായി കമ്പനിയുടെ പ്രോഫിറ്റ് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. 35 കോടിയിൽ നിന്നും 165 കോടിയിലേക്ക് പ്രോഫിറ്റിലുള്ള ഒരു ജമ്പ് നമ്മൾക്ക് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കും. അവസാനത്തെ സ്റ്റോക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഫോഴ്സ് മോട്ടോർ എന്ന സ്റ്റോക്കാണ്. 1,715 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ കമ്പനിയിൽ 38 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് മ്യൂച്വൽ ഫണ്ടുകൾ നടത്തിയിരിക്കുന്നത്.
ഈ കമ്പനിയുടെ ഏറ്റവും പ്രധാന നെഗറ്റീവ് ഫാക്റ്റ് കമ്പനി ഒരു ലോസ് മേക്കിംഗ് കമ്പനിയാണ്. കമ്പനിയിൽ PE നമ്മൾക്ക് കാണാൻ സാധിക്കുകയില്ല. റിട്ടേൺ റേഷ്യോ നോക്കുകയാണെങ്കിൽ ROCE -5.27 ROE -6.50 1750 രൂപ വിലയുണ്ടായിരുന്ന ഈ സ്റ്റോക്ക് ഇപ്പോൾ 1250 രൂപ എന്ന ലെവലിൽ അവൈലബിൾ ആണ്. ഈ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് മാർജിനിൽ നമ്മൾക്കൊരു ഡിക്ലൈൻ അല്ലെങ്കിൽ ഇടിവ് കാണാൻ സാധിക്കും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിലും 275 കോടിയിൽ നിന്നും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 57 കോടിയായി കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ഇടിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. കമ്പനിക്ക് ഏകദേശം 839 കോടി രൂപയുടെ കടമുണ്ട്. അതേസമയം 1818 കോടി രൂപയുടെ റിസർവും ഈ കമ്പനിയിലുണ്ട്. പ്രൊമോട്ടേഴ്സിന് 61% സ്റ്റേക്ക് ഹോൾഡിംഗ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 2% സ്റ്റേക്ക് ഹോൾഡിംഗ്, മ്യൂച്വൽ ഫണ്ടുകൾക്ക് 2% സ്റ്റേക്ക് ഹോൾഡിംഗ്, പബ്ലിക്കിന് 35% സ്റ്റേക്ക് ഹോൾഡിംഗ്. ഈ രീതിയിലുള്ള ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്